രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കരടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇതൊരു കെട്ടുകഥയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് കെട്ടുകഥയല്ല. ഈ യുദ്ധവീരന് ഒരു സ്മാരകം പോലും നിലവിലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പോളിഷ് സൈനികരെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിച്ച ഒരു കരടിയുടെ സംഭവകഥ. യെസ്, ദിസ് ഈസ് ദ റിയൽ സ്റ്റോറി ഓഫ് എ ബെയർ. ഹിസ് നെയിം ഈസ് വോജ്ടെക്. ഡോണ്ട് മിസ് ഇറ്റ്. ഇറ്റ്സ് മീ സൂര്യ ധനേഷ്. യു ആർ വാച്ചിങ് ബ്രില്യൻ TV. സംഭവം നടക്കുന്നത് 1941-ലാണ്. പോളണ്ടുകാരായ കുറേ സോൾജിയേഴ്സ് ഇറാനിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ഒരു കരടിക്കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് അവർ കണ്ടു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ പകുതി ജീവനിൽ കിടക്കുകയാണ് അവനെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സോൾജിയേഴ്സിന് മനസ്സിലായി. അടുത്തെവിടെയെങ്കിലും തള്ളക്കരടി ഉണ്ടോ എന്ന് അവർ നോക്കി. അങ്ങിങ്ങായി ചില ചോരപ്പാടുകൾ അവർക്ക് കാണുവാൻ സാധിച്ചു. തള്ളക്കരടിയെ വേട്ടക്കാർ വെടിവെച്ച് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. കരൾ നോവുന്ന ആ കാഴ്ച കണ്ട് ചില സോൾജിയേഴ്സ് അല്പം വെള്ളമെടുത്ത് ആ കരടി കുഞ്ഞിൻ്റെ വായിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് ആ കരടി കുഞ്ഞ് വാ തുറന്ന് വെള്ളം കുടിക്കുവാൻ തുടങ്ങി. കയ്യിലിരുന്ന ചില റൊട്ടി കഷ്ണങ്ങൾ അവന് മുറിച്ചു കൊടുത്തു. അവനത് ആർത്തിയോടെ തിന്നു. പട്ടാളക്കാർ 1-2 റൊട്ടി കഷ്ണങ്ങൾ കൂടി അവന് നൽകി. അങ്ങനെ അവനെ തനിച്ചാക്കി അവർ ദൂരേക്ക് നടന്നകന്നു. അല്പസമയങ്ങൾ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആ കുഞ്ഞു കരടി അവർക്ക് പിന്നാലെ ഓടി വരികയായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ കണ്ടു പിറകെ കൂടിയതായിരിക്കും എന്ന് കരുതി ഒരു പട്ടാളക്കാരൻ അല്പം ഭക്ഷണമെടുത്ത് അവന് വായിൽ വെച്ചു കൊടുത്തു. പക്ഷെ അവൻ അത് കഴിക്കാതെ പട്ടാളക്കാരുടെ ചുറ്റും വട്ടം കറങ്ങി. അവർ നടക്കുന്നിടത്തേക്ക് അവരോടൊപ്പം അവനും നടക്കുവാൻ തുടങ്ങി. ആദ്യം ഒരു കൗതുകമായി മാത്രമേ പട്ടാളക്കാർ ഇതിനെ കണ്ടുള്ളൂ. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി ഈ കുഞ്ഞു കരടി അവരെ പിന്തുടരാൻ പോവുകയാണ്. അവരെ വിട്ടുപിരിയാൻ ഒരു ഭാവവുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവർ അവനെയും അവരുടെ ഒപ്പം കൂട്ടി. വിശ്രമവേളകളിൽ അവർ അവന് പാലും മറ്റ് ഭക്ഷണ സാധനങ്ങളും നൽകി. കൊച്ചു കുട്ടികൾക്ക് പാൽക്കുപ്പികളിൽ പാൽ നൽകുന്നത് പോലെയായിരുന്നു അവന് പാൽ കുടിക്കാൻ നൽകിയിരുന്നത്. അവൻ അതെല്ലാം തന്നെ കുടിക്കുകയും ചെയ്തു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ പാൽ കുടിക്കാനും അവരോടൊപ്പം കളിക്കാനും തുടങ്ങി. അങ്ങനെ പതുക്കെ അവൻ 22nd ആർട്ടിലറി സപ്ലൈ കമ്പനി ടീമിലെ ഒരു അംഗമായി മാറുകയാണ്. ഈ സമയത്ത് 2 സോൾജിയേഴ്സ് അവൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അവൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒപ്പം തന്നെ അവൻ്റെ നല്ല ശ്രദ്ധയോടുകൂടി നോക്കുകയും ചെയ്തു. മാത്രമല്ല അവർ അവനൊരു പേരുമിട്ടു, വോജ്ടെക്. വോജ്ടെക് എന്ന വാക്കിൻ്റെ അർത്ഥം ഹാപ്പി വാരിയർ എന്നാണ്. വോജ്ടെക് എന്ന വാക്കിൻ്റെ അർത്ഥം. പട്ടാളക്കാർ അവരുടെ ഡോഗ് സ്ക്വാഡിലെ സ്നിപ്പർ ഡോഗുകളോടൊപ്പം അവനെയും നന്നായിട്ട് പരിപാലിച്ചു. ആ കുഞ്ഞു കരടിയാകട്ടെ തൻ്റെ ബദ്ധശ്രദ്ധരായി എപ്പോഴും നോക്കി നിന്നിരുന്ന ആ 2 സോൾജിയേഴ്സിനെ തൻ്റെ അച്ഛനും അമ്മയും പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സോൾജിയേഴ്സിൻ്റെ അടുത്തു നിന്നും ഒരു നിമിഷം പോലും അവന് മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല അവൻ വളർന്നു വരുന്നതിനനുസരിച്ച് പതുക്കെ പട്ടാളക്കാർ ചെയ്യുന്നത് പോലെ അതിരാവിലെ തന്നെ നടക്കുവാനും ഇരുകാലിൽ എക്സസൈസ് ചെയ്യുവാനുമൊക്കെ അവനും അനുകരിച്ചു തുടങ്ങി. ആദ്യം എല്ലാവർക്കും ഒരു നേരമ്പോക്കായി മാത്രമാണ് ഇത് തോന്നിയത്. പക്ഷെ ഒരു കാര്യം അവർ കൃത്യമായി മനസ്സിലാക്കി. സോൾജിയേഴ്സ് എഴുന്നേൽക്കുന്ന സമയം അവന് കൃത്യമായി മനസ്സിലാവുന്നു. ആ സമയത്ത് തന്നെ അവൻ എഴുന്നേൽക്കുന്നു. അവർ മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പോലെ തന്നെ 2 കാലിൽ മാർച്ച് പാസ്റ്റ് ചെയ്യാൻ അവനും ശ്രമിക്കുക കൂടി ചെയ്യുന്നു. മാത്രമല്ല വാഹനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അവൻ ഡോർ തുറന്ന് അവർ കയറിയിരിക്കുന്നു. അതേപോലെ അവർ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മുന്നിലെ ഡോർ തുറന്ന് മുന്നിലെ സീറ്റിൽ അവൻ സാധാരണ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഇരിക്കുവാനും തുടങ്ങുന്നു. ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ ഒറ്റയ്ക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു. മാത്രമല്ല ഭാരമേറിയ സാധനങ്ങൾ മറ്റുള്ളവർ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവനും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഈ കരടിയുടെ അസാമാന്യമായ ബുദ്ധി കണ്ട് ഇവനെയും സ്നിപ്പർ ഡോഗുകളെ പോലെ തങ്ങളുടെ കമ്പനിയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ എന്ന് അധികാരികളും ചിന്തിച്ചു. അങ്ങനെ അവർ അവനെയും മിലിറ്ററി ഓപ്പറേഷനുകളുടെ ചെറിയ ഭാഗമാക്കാൻ തുടങ്ങി. ഏറ്റവും രസകരമായ വസ്തുത ഇതൊന്നുമല്ല. മനുഷ്യന്റെ കൂടി അവനും ചില ചീത്ത സ്വഭാവങ്ങൾ പഠിച്ചു. പട്ടാളക്കാരെ പോലെ തന്നെ ബിയർ കുടിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ ഒരു ഹോബിയാക്കി അവനും മാറ്റിയെടുത്തു. പട്ടാളക്കാർ ബിയർ കുടിക്കുന്ന സമയത്ത് അവനത് നൽകിയില്ലെങ്കിൽ അവൻ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അക്കാലത്ത് വാരാന്ത്യങ്ങളിൽ പട്ടാളക്കാർ റെസ്ലിംഗ് മത്സരങ്ങൾ നടത്തുമായിരുന്നു. ഈ സമയത്ത് അവരോടൊപ്പം ഒരുമിച്ച് കൂടുകയും ബിയർ സ്വന്തം കൈകളിൽ ഒറ്റയ്ക്ക് കുടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ഫോട്ടോകൾ ഇപ്പോഴും ഗൂഗിളിൽ ലഭ്യമാണ്. റെസ്ലിംഗ് മത്സരങ്ങൾ നടത്തുന്ന സമയത്ത് മാസങ്ങൾ കൊണ്ട് ഈ കരടിയും പട്ടാളക്കാരോട് എങ്ങനെയാണ് മൽപ്പിടുത്തം നടത്തേണ്ടത് എന്ന് പഠിക്കുകയും അവരുടെ രീതികൾ പഠിച്ച് അവരുമായി റെസ്ലിംഗ് നടത്തുകയും ചെയ്തു. ഇത് കാണാൻ ധാരാളം പട്ടാളക്കാരും ഓഫീസർമാരും തടിച്ചുകൂടുമായിരുന്നു.
ആരോഗ്യകാര്യത്തിൽ പട്ടാളക്കാരേക്കാളും വളരെ ശക്തനായതുകൊണ്ട് പലപ്പോഴും പട്ടാളക്കാരെ തോൽപ്പിക്കാനും അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യകളിൽ പട്ടാളക്കാരുടെ ക്യാമ്പ് ഫയറിൽ നൃത്തമാടുന്ന ഇവൻ്റെ നിരവധി ഫോട്ടോകളും ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളും എല്ലാം തന്നെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ തന്നെ ലഭ്യമാണ്. മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് ശേഷം ഇവൻ്റെ ഉറക്കവും പട്ടാളക്കാരോടൊപ്പം തന്നെ ടെൻറ്റിലേക്ക് മാറി. ഓരോ മിഷനു വേണ്ടിയും പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോൾ അവനും അവരോടൊപ്പം കൃത്യമായി മാർച്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം കൂടുതൽ നേരവും അവൻ 2 കാലിൽ തന്നെ നിൽക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ 1942 ഈ പട്ടാള ഗ്രൂപ്പിനെ ബ്രിട്ടീഷ് ആർമിയുടെ 8ാമത്തെ വിങ്ങിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. ബ്രിട്ടീഷ് ആർമിയുടെ കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് ഹൈക്കമാൻഡ് ഒരു മൃഗത്തെ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പട്ടാളത്തോടൊപ്പം ഏതെങ്കിലും ഒരു മൃഗത്തെ ചേർക്കണമെങ്കിൽ കൃത്യമായ പരിശീലന ശേഷം റാങ്കും ലഭിച്ചിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പോലീസിൽ പ്രവർത്തിക്കുന്ന ഡോഗ് സ്ക്വാഡിലെ പോലീസ് ഡോഗിന് പ്രത്യേക റാങ്കുകളൊക്കെ നൽകാറുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ അവർക്കും ലഭിക്കണമായിരുന്നു. പോലീസുകാർക്ക് ലഭിക്കുന്നത് പോലുള്ള പരിഗണന മൃഗത്തിനും ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ പോളിഷ് ആർമിയും യുദ്ധമുഖത്ത് നിൽക്കാൻ അവനെ പരിശീലിപ്പിച്ചു. പരിശീലന ശേഷം നിരവധി ടെസ്റ്റുകൾ ഔദ്യോഗികമായി അവന് നടത്തുകയുണ്ടായി. എല്ലാ ടെസ്റ്റുകളിലും അവൻ ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു. അങ്ങനെ അവനും ആ പട്ടാളക്കാരെ പോലെ തന്നെ റാങ്ക് ലഭിച്ചു. അവന് കൃത്യമായ ഒരു ഐഡന്റിറ്റി കാർഡും ഒപ്പം തന്നെ കൃത്യമായ ഒരു സീരിയൽ നമ്പറും ഫോട്ടോയും എല്ലാം ലഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി അവൻ യുദ്ധമുഖങ്ങളിൽ ഒഫീഷ്യൽസിന്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ 2ാം ലോക മഹായുദ്ധം. ഈ സമയത്ത് വിഖ്യാതമായ മോണ്ടെ കാസിനോ ഇറ്റാലിയൻ കുന്നുകളിൽ നാസികളുമായി അതിഭയങ്കരമായൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. രക്തം ചിന്തിയ ഒരു വലിയ പോരാട്ടം. യെസ്, ദ റിയൽ ബ്ലഡി ബാറ്റിൽ ഫോർ ദ മോണ്ടെ കാസിനോ. നിരവധി പട്ടാളക്കാർ മരിച്ചു വീഴുന്നു. ഒടുവിൽ അവന്റെ സമയവും വന്നെത്തി. 3 പട്ടാളക്കാരോടൊപ്പം മോണ്ടെ കാസിനോ കുന്നുകളിലെ യുദ്ധമുഖത്തേക്ക് അവൻ പാഞ്ഞെടുത്തു. ഈ സമയത്ത് നിരവധി പട്ടാളക്കാർ ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അംഗസംഖ്യ വളരെയധികം കുറവായിരുന്നു. ആ കുന്നിൻ മുകളിൽ വേണ്ടത്ര ആയുധങ്ങൾ അവർക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് വലിയ ഭാരമുള്ള പെട്ടികളിലായിരുന്നു. മാത്രമല്ല ആ പെട്ടിയെല്ലാം തന്നെ താഴ്വരകളിലായിരുന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. കിൻഡൽ കണക്കിന് ഭാരമുള്ള പെട്ടികളുമായി മല കയറുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മാത്രമല്ല നിരവധി ആക്രമണങ്ങളിൽ അവരുടെ ഒരുപാട് സൈനികർ മരിച്ചതുകൊണ്ട് എത്രയും വേഗതയിൽ പെട്ടികൾ മുകളിലേക്ക് എത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യവുമല്ല. അടിയന്തരമായ ആയുധങ്ങൾ എത്തിച്ചില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഈ മലമുകളിൽ എന്നേക്കുമായി തങ്ങളുടെ ജീവിതം അവസാനിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈനികരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് അവർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. 3 പട്ടാളക്കാരുടെ ഒപ്പം ആയുധം നിറച്ച വലിയ പെട്ടികൾ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് മലയ്ക്ക് മുകളിലേക്ക് നടന്നു വരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട കരടി വോജ്ടെക്. അവയിൽ ചില പെട്ടികൾക്ക് 100 പൗണ്ടിലധികം ഭാരമുണ്ടായിരുന്നു. 4-5 ആളുകൾ ചേർന്നായിരുന്നു ആ പെട്ടികൾ ഉയർത്താറുണ്ടായിരുന്നത്. വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പരാജയത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന 22nd ആർട്ടിലറി അങ്ങനെ വോജ്ടെക് എന്ന ധീരനായ കരടിയുടെ ചുമലിലേറി വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ 22nd ആർട്ടിലറിയുടെ ഒഫീഷ്യൽ പതാകയിൽ ഒരു വലിയ മാറ്റം വന്നു. 4 ഭാഗത്തും ചതുരങ്ങളുള്ള ആ വലിയ പതാകയുടെ നടുക്ക് ഒരു പുതിയ ലോഗോ കൂടി പ്രത്യക്ഷപ്പെട്ടു. ഏതാണ് ആ ലോഗോ എന്നറിയാമോ? ഒരു കരടി പീരങ്കിയിലേക്ക് നിറയ്ക്കുന്ന ഷെല്ലുകളുമായി കടന്നു പോകുന്ന ഒരു കിടിലൻ ലോഗോ. അതെ, വോജ്ടെക്കിന്റെ ഒരു ചിത്രമാണ് അവർ ആലേഖനം ചെയ്തത്. മാത്രമല്ല അവന് പട്ടാളത്തിൽ കോർപ്പറലായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. ഒരു ആനിമേഷൻ സിനിമയെ വെല്ലുന്ന രീതിയിലാണ് പിന്നീടുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ യൂണിറ്റ് സ്കോട്ട്ലാൻഡിൽ വെച്ച് പിരിച്ചുവിടപ്പെട്ടു. ആ സമയത്ത് രാജ്യത്തിന്റെ അഭിമാനമായ വോജ്ടെക് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട കരടിയെ എഡിൻബറോ മൃഗശാലയിലേക്ക് മാറ്റി. പക്ഷേ അവന് മറ്റുള്ള കരടികളുടെ ഒപ്പം കളിക്കുവാൻ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവന് സന്ദർശകരായ ആളുകളോട് ഇടപഴകുവാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവന്റെ ഇഷ്ടം പോലെ യഥേഷ്ടം ജീവിക്കുവാനായി അധികൃതർ അവന് സൗകര്യമൊരുക്കി. അങ്ങനെ VIP പരിഗണനയിൽ കഴിയുന്ന അവനെ കാണാനായി ഇടയ്ക്കിടയ്ക്ക് അവന്റെ പഴയ പോളിഷ് പട്ടാള സുഹൃത്തുക്കൾ വരുമായിരുന്നു. ഒരിക്കൽ മരുഭൂമിയിൽ കിടന്നപ്പോൾ തനിക്ക് അന്നമൂട്ടിയ പട്ടാളക്കാർക്ക് തന്റെ ജീവൻ പോലും വകവയ്ക്കാതെ യുദ്ധമുഖത്ത് പോരാടിയ ആ പോളിഷ് ഹീറോ ബെയർ തന്റെ 22ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അവന്റെ സുഹൃത്തുക്കൾ അവനെ മറന്നില്ല. ഈ ലോകം മുഴുവൻ അവന്റെ വീരഗാഥകൾ പാടുന്നതിനായി അവനു വേണ്ടി എഡിൻബറോയിൽ അവരൊരു സ്മാരകം തീർത്തു. എഡിൻബറോയിലെ സന്ദർശകർക്ക് നിത്യവിസ്മയമായി അവൻ ഇന്നും അവിടെ
തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. യെസ്, ദ റിയൽ പോളിഷ് ഹീറോ, ബ്രേവ് ബ്രൗൺ ബെയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ് ഫ്രം ബ്രില്യൻറ്റ് TV.